ക്ലയൻസിന് പലപ്പോഴും പ്രൊജക്റ്റിൽ അവരൊരു ഡ്രീം ഹോം ചെയ്യുന്ന സമയത്ത് അവർക്ക് വളരെ ആങ്സൈറ്റി ഉണ്ടാവും. അവരുടെ പ്രൊജക്റ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആളുകൾ അത് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ടുകൾ ക്ലയൻസിനുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ മീഡിയേറ്റേഴ്സിനെ നിർത്താറുണ്ട്, വിച്ച് ഇസ് കോൾഡ് കൺസൾട്ടന്റ്. ഇപ്പം ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയിൽ ഒരു കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, റെഡിമിക്സാണ്. രാത്രിയിൽ എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അതായിരുന്നു സബ്ജക്റ്റ്. കോൺക്രീറ്റ് നൈറ്റി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ക്ലയൻസിന് കിട്ടിയ ഒരു ഇൻഫർമേഷൻ, നൈറ്റിൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണ്, ലെവല് കിട്ടത്തില്ല, കൃത്യമായ അതിന്റെ വർക്ക്മാൻഷിപ്പുകൾ നടന്നു പോകത്തില്ല, മഴ വന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രിക്കോഷൻസ് എടുക്കാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ചില മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതിന്റെ പേര് ക്ലയന്റ് വളരെ ടെൻസ്ഡായി. ഇനി ഞങ്ങളത് മേക്കപ്പ് ചെയ്തു. നൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് അൾട്രാടെക് പോലുള്ള സിമെന്റ് ഉപയോഗിച്ച് നല്ല ചൂടത്ത്, പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നൈറ്റിൽ സൺലൈറ്റ് പോയതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുക. ഈ റെഡിമിക്സ് കോൺക്രീറ്റ് എന്ന് പറയുന്നത് നല്ല റഷുള്ള ടൈമാണ്. പ്രത്യേകിച്ചെങ്കിൽ നമ്മൾ കോൺക്രീറ്റിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നമുക്ക് തരുന്നൊരു സ്ലോട്ടുണ്ട്. 24 hours വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ബേവാച്ചിങ് മെഷീൻസ് ആണ് അവരുടെ ഫാക്ടറി യൂണിറ്റ്സ്. 24 hours വർക്ക് ചെയ്യുന്നത് 3 ഷിഫ്റ്റായിട്ടൊക്കെയാണ് ഈ റെഡിമിക്സ് കോൺക്രീറ്റ് യൂണിറ്റുകൾ വർക്ക് ചെയ്യുക. അപ്പോൾ അവർ നമുക്ക് തരുന്ന സ്ലോട്ട് ഒരു 3 to 4 hours വർക്ക് തീരുന്നത്. ഈ 24 hours ഏത് സമയത്തും നമുക്ക് സ്ലോട്ട് അവൈലബിൾ ആയിരിക്കാം. നമ്മളതനുസരിച്ച് ആയിരിക്കും. ഞങ്ങൾ റെഡിമിക്സ് പ്രത്യേകിച്ച് ചെയ്യുമ്പോൾ ഞങ്ങൾ മോസ്റ്റ്ലി വെൽക്കം ചെയ്യുന്നത് ഈവനിങ് ടൈമിന് ശേഷം നൈറ്റിലേക്ക് കോൺക്രീറ്റ് വരുന്നതാണ്. പക്ഷേ നമുക്ക് പകൽ വേണം, നൈറ്റ് വേണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. കാരണം വർക്ക് അൺവാണ്ടഡ് ആയിട്ട് ഡിലേ ആയിട്ട് പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല അതിന്. അപ്പോൾ നമുക്ക് നൈറ്റിലാണ് വർക്ക് വരുന്നതെങ്കിൽ നമുക്ക് നൈറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പർപ്പസ്ഫുള്ളി നൈറ്റിലേക്ക് കോൺക്രീറ്റ് ഒരിക്കലും ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ലെവൽസ്, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മളൊരു കോൺക്രീറ്റ് നടക്കുന്ന സമയത്ത് ചെയ്തു പോകേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ലിസ്റ്റ് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് കൺസൾട്ടൻസിനെ വെക്കുമ്പോൾ അവർ കൃത്യമായിട്ടാണ് ആ ഇൻഫർമേഷൻ തരുന്നതെന്നും കൂടെ നിങ്ങൾ ഒരു ക്രോസ് ചെക്കിങ്, ക്രോസ് വെരിഫിക്കേഷൻ നടന്നു പോകുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം ഇന്നിപ്പം നേരം വെളുത്ത് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞ് സെറ്റായി, ഇനിയിപ്പോൾ നമ്മൾ പോണ്ടിങ്, വാട്ടർ ക്യൂറിങ്ങുമായി ബന്ധപ്പെട്ട് വെള്ളം തളം നെട്ടി നിർത്തുക എന്നുള്ളൊരു പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത കൺഫ്യൂഷനുമായി ക്ലയൻറ്റ് വന്നിരിക്കുന്നു. മീൻസ് ഇപ്പം നല്ല മഴ പെയ്യാൻ പോകുന്നു, അതുകൊണ്ട് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കണമെന്ന് പറഞ്ഞ് അടുത്ത്. ആക്ച്വലി മഴ പെയ്യുന്നത് നല്ലതാണ്. കോൺക്രീറ്റിന് ശേഷം മാക്സിമം നനവ് കിട്ടുക, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോണ്ട് ചെയ്ത് വെള്ളം പ്ലോട്ട് ചെയ്ത് കോൺക്രീറ്റിന് മുകളിൽ നിർത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മഴ പെയ്യുക എന്ന് പറയുന്നത് വളരെ വെൽക്കം ചെയ്യുന്നൊരു കാര്യമാണ്. മഴ പെയ്യുന്നത് അതിൻ്റെ ക്യൂറിങ്ങിന് മാക്സിമം അതിന് സപ്പോർട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയർ ഉൾപ്പെടെ നല്ലപോലെ തണുത്ത് കിട്ടും. മാക്സിമം ക്യൂറിങ് അവിടെ ഉണ്ടാകുകയും ചെയ്യും. കിടക്കുന്ന വെള്ളം പോലും സൺലൈറ്റ് കൊണ്ടൊന്ന് ഹീറ്റാകുന്ന ഇഷ്യൂ ഒന്നും അവിടെ ഉണ്ടാകുന്നില്ല. പിന്നീട് ഇതേ ക്ലയൻറ്റ് തന്നെ ഞങ്ങളോട് ചോദിച്ച മറ്റൊരു കാര്യമാണ്, പ്ലിന്ത് ബീമിന് ശേഷം മുകളിലേക്ക് കോളംസ് ഇല്ലാതെ എങ്ങനെയാണ് നമ്മുടെ സ്ട്രക്ചർ നിന്ന് പോകാമെന്ന്. അപ്പം ക്ലയൻസിൻ്റെ ഈ ചോദ്യങ്ങൾ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. പ്രത്യേകിച്ച് നമ്മൾ ഡിസൈൻസും സ്പെസിഫിക്കേഷനും കൊടുക്കുമ്പോൾ ഈ കൺസൾട്ടൻ്റ് അല്ല ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരായി ഇനിഷ്യൽ ഡിസ്കഷൻ സ്റ്റേജിൽ, ആ സ്പെക്ക് ഫൈനൽ ചെയ്ത് പോകുന്ന സ്റ്റേജിൽ തന്നെ, പ്രത്യേകിച്ച് ഡ്രോയിങ്സ് ഫൈനൽ ചെയ്ത് പോകുന്ന സ്റ്റേജിൽ തന്നെ അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ പിന്നീടുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കി കിട്ടും. അപ്പോൾ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ക്ലയൻറ്റ് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് കോളംസ് മുഴുവൻ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ കവറപ്പ് ചെയ്ത് ടോപ്പ് വരെ പോകണ്ടേ എന്നുള്ളത്. 2 സ്ട്രക്ചേഴ്സാണ് നമ്മൾ നോർമലി ചെയ്യുക. ലോഡ് ബെയറിംഗ് സ്ട്രക്ചേഴ്സ്, അതായത് ഫ്രെയിം സ്ട്രക്ചേഴ്സ്. ഫ്രെയിം സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകൾ 3+4, 5 ലെവലിലേക്ക് പോകുന്ന ബിൽഡിങ്ങുകൾക്ക് നമ്മൾ കോളംസ്, ബീംസും ഫ്രെയിം ചെയ്ത് സ്ലാബ് കോൺക്രീറ്റ് ചെയ്ത് പിന്നീട് ബ്രിക്ക് വാൾ ചെയ്ത് നമ്മളത് ക്ലോസ് ചെയ്ത് പോകുന്ന ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷനാണ് ഫ്രെയിം സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ അത് ചെയ്തു പോകാറുണ്ട്. പക്ഷെ ഇവിടെ കൺഫ്യൂഷൻ ക്ലയന്റിന് നമ്മൾ കോളംസ് കൊടുത്ത് പോകണം. അപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന എഫേർട്ട്. അപ്പം ഇതെല്ലാം കൂടെ വന്നപ്പോഴാണ് ഞാൻ പൊതുവെ നിങ്ങളും പലപ്പോഴും ഇതുപോലെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കൺസൾട്ടന്റിനെ വെക്കുന്നുണ്ടെങ്കിൽ അവർ തരുന്ന ഇൻഫർമേഷൻസ് കറക്റ്റ് ആണെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്ത് പോയില്ലെങ്കിൽ പ്രൊജക്റ്റ് നല്ല രീതിയിൽ അവസാനിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട്. താങ്ക് യു.